ജയ്ക്ക് ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി കൂടി ജയ്ക്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഉദാത്തമായ നിലപാടാണ് എടുത്തത്. ആവർത്തിച്ചു പറയുന്നുണ്ട് നേതാക്കൾ ഓരോരുത്തരായിട്ട്, മറ്റേതു പാർട്ടിക്ക് എടുക്കാൻ കഴിയും ഇങ്ങനെ ഒരു തീരുമാനം? പരാതി കിട്ടും മുൻപ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പരാതി കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ആ നിലപാട് DGPക്ക് കൊടുത്തു. ഇതാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്ന സമീകരണ തന്ത്രം. ജയ്ക്ക്, ആ സമീകരണ തന്ത്രം യുക്തിസഹമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർക്കെങ്കിലും സ്വീകാര്യമുള്ളതാണോ? നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആവർത്തിച്ചുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ബഹുമാനീയനായ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാധ്യമമുഖമായി ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാൾ ശ്രീകുമാർ, അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ ആ സെക്കൻഡിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു. ഞങ്ങളെപ്പോലെ ഇക്കാര്യത്തിൽ പർവ്വത സമാനമായ ഒരു നിലപാടുള്ള മറ്റൊരു പാർട്ടി ഉണ്ടോ? ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്കറിയില്ല, അദ്ദേഹം നിർബന്ധമായും കോൺഗ്രസിൻ്റെ ഒരു അനൗദ്യോഗിക മുഖപത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് മലയാള മനോരമയുടെ ദ വീക്ക് ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താ ഇത് വീക്കിന്റെ അന്നത്തെ തലവാചകം? കംപ്ലൈനൻസ്, അതായത് പരാതിക്കാർ. കംപ്ലൈനൻസ് ഇൻക്ലൂഡ് എന്താണ്? ദ ഫോമർ ഡോട്ടർ ഓഫ് എ ഫോമർ കോൺഗ്രസ് MP അല്ലേ? എന്ത് പരാതി, എന്ത് ചെയ്തു AICC, എന്തു ചെയ്തു KPCC? കേരളത്തിൽ പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ കുടുംബം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് AICC ആസ്ഥാനത്തിന് മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിന്നിട്ട് ആ പരാതി എടുത്ത് കീശയിൽ വെക്കുകയോ വലിച്ചു കീറി തൂരോട്ട് കളയുകയോ ചെയ്യുന്നതല്ലാതെ ഒരക്ഷരം മിണ്ടിയോ? അങ്ങേ സൂചിപ്പിക്കുന്ന പർവ്വത സമാനമായ നിലപാടെന്ന് കണ്ടില്ലല്ലോ. പിന്നെ ഈ പരാതി നവംബർ 28 ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? മെയിലിൽ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ. നവംബർ 28 കിട്ടിയ പരാതി നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? എന്തായിരുന്നു അതിനോടുള്ള നിങ്ങളുടെ സമീപനം? അതിന്റെ തുടർച്ചയിൽ നമുക്കറിയാമല്ലോ, ഇപ്പൊ കോൺഗ്രസിന്റെ ഇവരുടെ അടിമസംഘം തീറ്റിപ്പോറ്റുന്ന എന്തുപകാരം കിട്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല. ഈ അടിമസംഘം തീറ്റിപ്പോറ്റുന്ന ഒരു സൈബർ കൂലിപ്പടയാളികളുണ്ടല്ലോ, അവർ കെയ്ക്കച്ചൻ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ നിദാനമായ മറ്റൊരു പരാതി ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ബഹുമാനീയനായ കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ മാധ്യമ മുഖമായി പ്രവർത്തിച്ചിരുന്ന അങ്ങേക്ക് അതിനോടുള്ള നിലപാട് എന്തായിരുന്നു? ഇപ്പൊ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ നേതൃപദവി അലങ്കരിച്ചിരുന്നയാളല്ലേ പറഞ്ഞത്? അവരോട് അപമര്യാദയായി പെരുമാറി. അവരോട് ചോദിച്ച ചോദ്യം, ഡൽഹിയിലേക്ക് കർഷക സമരത്തിന് ഈ ബലാത്സംഗ വീരനെയുമായിട്ട് കൂടെ പോകണമെന്ന് പറഞ്ഞു. എന്താ അങ്ങയുടെ അഭിപ്രായം? അതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി കൂടെ DGPക്ക് നിങ്ങൾ കൈമാറാത്തത് എന്താണ്? അപ്പോൾ ഈ പരാതികളൊക്കെ ഉന്നയിച്ചത് ആരാണ്? ഇവരെല്ലാവരും അന്തസ്സുള്ള അടിയുറച്ച കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകളാണ്. റിനു ജോർജ്, ഷഹനാസ്, ഈ പറയുന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് കുടുംബം, കേരളത്തിലെ തന്നെ പാർലമെന്റ് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ കുടുംബം. എത്രയെത്ര പരാതികൾ! ആ പരാതികൾ ഏതെങ്കിലും ഒന്ന് പോലീസിന് കൈമാറിയിട്ടുണ്ടോ? എവിടെയും കൈമാറിയിട്ടില്ലല്ലോ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇനി അമ്പ് കൊള്ളാത്തവരായി ആരുമില്ല എന്ന് പറയുന്നത് പോലെ ഈ സെക്ഷൽ പർവത്തിന്റെ അതിക്രമം ഏറ്റുവാങ്ങാത്ത ഒരാളും തങ്ങളുടെ പാർട്ടിയിൽ എന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രം ഒടുവിൽ കിട്ടിയ ഒരു പരാതി കുറച്ച് ദിവസങ്ങൾ വൈകിപ്പിച്ചതിന് ശേഷം DGPക്ക് നിങ്ങളുടെ നിലപാട് ആരോടൊപ്പമാണ്? ഇപ്പൊ പ്രസിദ്ധമായ ചോദ്യമാണ് ഗോർക്കി ഉന്നയിച്ചത്. നിങ്ങൾ ആരോടൊപ്പം അല്ലേ? പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ ചരിത്ര വികാസ ഘട്ടങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ആരോടൊപ്പം എന്നുള്ളത് ഈ കേസിൽ കോൺഗ്രസിന്റെ നേതൃപദവി അലങ്കരിക്കുന്നവരോട് ചോദിക്കാനുള്ള മലയാളിയുടെ ചോദ്യമല്ലേ ഈ കേസിൽ നിങ്ങൾ ആരോടൊപ്പം? നിങ്ങൾ ആരോടൊപ്പം എന്നതിന് മറുപടി പറയാതെ ഡിസ്മിസിലേക്ക് പോകുമെന്ന് അങ്ങ് പ്രത്യാശിക്കുകയാണ്. അങ്ങയുടെ പ്രത്യാശ ബൈബിൾ വാചകത്തെ കടമെടുത്താൽ അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങയുടെ പ്രത്യാശ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് കഴിയൂ. പക്ഷെ നടപടികളിൽ ഡെലിവറി ചെയ്യുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ് ആരോടൊപ്പമാണ്? ഈ ബലാത്സംഗ കേസിലെ പ്രതിക്ക് പെൺകുട്ടികളെ കാറിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരിക്ക് അടൂർ നഗരസഭയിൽ സീറ്റ്. ഈ ബലാത്സംഗ വീരനെ ന്യായീകരിക്കാൻ വന്ന വനിതാ നേതാവിന് ജില്ലാ പഞ്ചായത്ത് അംഗമായി കോൺഗ്രസിൽ മാലയിട്ട് സ്വീകരണം. ഈ ബലാത്സംഗ വീരനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കാർ ഓടിച്ച് നടന്നയാൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ്. ഈ സീറ്റ് ഒക്കെ കൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. നിങ്ങൾ പറയുന്നത് എന്ത്? പ്രവൃത്തിയിൽ ഡെലിവർ ചെയ്യുന്നത് എന്താ? നിങ്ങൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവത്തിൽ പ്രവൃത്തിയിൽ വരുമ്പോൾ ബലാത്സംഗ വീരന് കാർ ഓടിക്കാൻ, സർവൈവേഴ്സിനെ കാറിൽ രക്ഷപ്പെടുത്താൻ സഹായിച്ചവന് സീറ്റ്, ന്യായീകരിച്ച വനിതാ നേതാവിന് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ്, ബലാത്സംഗ വീരനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കാർ ഓടിച്ചവന് കോർപ്പറേഷൻ സീറ്റ്. പ്രവർത്തിയിൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ഈ ബലാത്സംഗ വീരന്റെ അങ്ങനെ കീഴടങ്ങിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്. 20 വർഷം ശിക്ഷിക്കപ്പെട്ട നേതാവിനും സീറ്റ് കൊടുത്തിട്ടുണ്ട് CPM.
ഓ, ആ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ അപ്പീലിന്റെ ഭാഗമായിട്ട് ഉന്നത കോടതിയുടെ മുമ്പിലുണ്ടല്ലോ. അതിനെ സംബന്ധിച്ചുള്ള വിധി വരട്ടെ. എത്ര അനുഭവങ്ങൾ ഉണ്ടായി അങ്ങ് ഓർക്കുന്നില്ലേ? 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച, നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത എന്താണെന്ന് ആങ്കർക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച്, കൊലക്കേസിൽ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ജയിൽ ശിക്ഷ അനുഭവിച്ചയാൾ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാക്കി. അന്നൊന്നും ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഒരു ബോംബേർ കേസിൽ താൽക്കാലികമായി ഒരു കോടതി തെറ്റിദ്ധാരണയുടെ പുറപ്പെടുവിച്ച വിധി പ്രസ്താവവും അപ്പീൽ പരിഗണിക്കുന്നതിന്റെ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ഈ വിങ്ങൽ, ഈ വിഷമം, കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളെ നിയമസഭയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അവരാണ് വന്നിരുന്നിട്ട് ധാർമ്മികതയെ സംബന്ധിച്ചും ഞങ്ങൾ DGPക്ക് പരാതി കൈമാറി, ഞങ്ങളുടെ പർവ്വതസമാനമായ നിലപാടിന് നിങ്ങളെല്ലാവരും കൈയടിക്കുമെന്ന് പറയുന്നത്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് വേണം നിദാനമായി ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയാൻ. നിങ്ങൾ വളർത്തി, നിങ്ങൾ താലോലിച്ച, നിങ്ങൾ കൊണ്ടുവന്നതാണ് ഈ ക്രിമിനലൈസ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിനെ. ശരി. Debate with Dr. Arun Kumar.